ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 1-ാമത്തെ അധ്യായം പഠിക്കാം. കൂട്ടുകാർ ബസ് കണ്ടിട്ടുണ്ടോ? ബസ്സിൽ കയറിയിട്ടുണ്ടോ? ഉണ്ടല്ലേ. ബസ്സിന് എത്ര വീലാണുള്ളത്? ബസ്സിൻ്റെ നിറം എന്താണ്? കൂട്ടുകാർക്ക് അറിയാമോ? നമ്മളിന്ന് ഒരു ബസ്സിനെയും കാറിനെയും കുറിച്ചാണ് പഠിക്കുന്നത്. കൂട്ടുകാർക്ക് കഥ കേൾക്കാൻ തിടുക്കമായോ? നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. യൂണിറ്റ് ഫസ്റ്റ്, ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. പാഠത്തിൻ്റെ പേരെന്താണ് കൂട്ടുകാരെ? ഉറക്കെ പറഞ്ഞോളൂ. യൂണിറ്റ് ഫസ്റ്റ്, ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. ഈ ചിത്രം കണ്ടോ കൂട്ടുകാരെ? മനോഹരമായ ചിത്രമല്ലേ? എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്? ഉറക്കെ പറഞ്ഞോളൂ. എ ബസ്, എ കാർ, ട്രീസ്, റോഡ്, ഹെൻ, റേറ്റ്. ഈ ചങ്ങാതിമാരോടൊപ്പം നമുക്കൊരു യാത്ര പോയാലോ? പോകാം. ആക്ടിവിറ്റി ബുക്ക് ഓപ്പൺ ചെയ്തോളൂ. ഇവിടെ കൂട്ടുകാരുടെ ഫോട്ടോ ഒട്ടിക്കണം കേട്ടോ. എന്നിട്ട് കൂട്ടുകാരുടെ പേരെഴുതിക്കോളൂ. ഐ ആം അഭിനവ്. ദിസ് ഈസ് മൈ ബിഹായ്. യൂണിറ്റ് ഫസ്റ്റ്, ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. നമുക്ക് ആക്ടിവിറ്റി ബുക്ക് ഫസ്റ്റ് നോക്കാം. ആക്ടിവിറ്റി ഫസ്റ്റ്, ലെറ്റ് us color the picture. ഈ ചിത്രത്തിന് നിറം കൊടുക്കണം. അതിനു മുന്നേ നമ്മുടെ പാഠം നോക്കിയേ. This is a bus. What is this? This is a bus. ബസ്സിൻ്റെ സ്പെല്ലിംഗ് പറഞ്ഞോളൂ കൂട്ടുകാരെ. BUS. ഉറക്കെ പറഞ്ഞോളൂ. BUS. A blue bus. ബസ്സിൻ്റെ നിറം എന്താണ്? ബ്ലൂ. BLUE. ബ്ലൂ. നീല നിറമാണ്. This is a bus. A blue bus. The bus is big. ഈ ബസ് വളരെ വലുതാണ്. Big. 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 അപ്പോൾ ഒന്നുകൂടെ പറയാം. This is a bus. ഇതൊരു ബസ് ആകുന്നു. A blue bus. ഒരു നീല നിറമുള്ള ബസ്. The bus is big. ഈ ബസ് വളരെ വലുതാണ്. What is the color of the bus? എന്താണ് ഈ ബസ്സിൻ്റെ കളറ്? This is a blue bus. ഇതൊരു നീല നിറത്തിലുള്ള ബസ്സാണ്. Let us color the picture. ഈ ചിത്രത്തിന് നിറം കൊടുക്കാമോ? ചിത്രം എന്താ കൂട്ടുകാരെ? ഒരു ബസ്സാണ്. നമുക്ക് ബസ്സിന് നിറം കൊടുക്കാം. ഹായ്, a blue bus. നമുക്ക് താഴെ എഴുതാമോ? This is a bus. ഇതൊരു ബസ്സാണ്. നെക്സ്റ്റ് നോക്കിയേ. ദിസ് ഈസ് എ കാർ. ഇതൊരു കാറാണ്. എ റെഡ് കാർ. ഒരു ചുവന്ന നിറമുള്ള കാർ. RED. റെഡ്. ചുവന്ന നിറമുള്ള ഒരു കാർ. ദ കാർ ഈസ് സ്മോൾ. ഈ കാറ് ചെറുതാണ്. SMALL. സ്മോൾ. ചെറുത്. ദിസ് ഈസ് എ കാർ. ഇതൊരു കാറാകുന്നു. എ റെഡ് കാർ. ഇതൊരു ചുവന്ന നിറമുള്ള കാറാണ്. ദ കാർ ഈസ് സ്മോൾ. ഇതൊരു ചെറിയ കാറാണ്. ചിത്രം കണ്ടോ കൂട്ടുകാരെ? കുഞ്ഞൻ കാറല്ലേ? അതെ. വാട്ട് ഈസ് ദ കളർ ഓഫ് ദി കാർ? ഈ കാറിൻ്റെ നിറം എന്താ? യെസ്, ദിസ് ഈസ് എ റെഡ് കാർ. ഇതൊരു ചുവന്ന നിറത്തിലുള്ള കാറാണ്. ആക്ടിവിറ്റി 2. വാട്ട് ഈസ് ദ ഹൈഡിങ് ഹിയർ? എന്താണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത്? കൂട്ടുകാർ കണ്ടോ? ഈ ചിത്രത്തിനകത്ത് ആരോ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്. കളർ ദി ഷേപ്സ് വിത്ത് ഡോട്ട്സ് ഇൻ ദം. ഇവിടെ ഡോട്ട് ഇട്ടിരിക്കുന്ന ആ ഷേപ്പുകൾക്കെല്ലാം നമുക്ക് നിറം കൊടുത്തു നോക്കാം. അപ്പം നമുക്ക് ഒളിച്ചിരിക്കുന്നത് ആരാണെന്ന് കണ്ടെത്താൻ പറ്റും. നിറം കൊടുത്തോളൂ. ഹായ്, ആരാ ഒളിച്ചിരുന്നത്? യെസ്, എ കാർ. എഴുതിക്കോളൂ കൂട്ടുകാരെ. ദിസ് ഈസ് എ കാർ. എഴുതിയോ? എഴുതി. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. നമുക്ക് 3-ാമത്തെ ആക്ടിവിറ്റി നോക്കാം. ലെറ്റ് us find out the vehicles. Color them too. ഇവിടെ കണ്ട കൂട്ടുകാരെ, ഇവിടെ കുറേ വെഹിക്കിൾസ്, വാഹനങ്ങൾ കിടപ്പുണ്ട്. നമ്മൾ ഈ കണ്ട ബസ്സും കാറും ഒക്കെ എന്താണ്? അത് വാഹനങ്ങളാണ്, വെഹിക്കിൾസ് ആണ്. അപ്പോൾ ഈ വാഹനങ്ങൾ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ?
അവയ്ക്ക് നമുക്ക് നിറം കൊടുക്കണം കേട്ടോ. എങ്ങനെ നിറം കൊടുക്കാം? Put a tick mark against the vehicle you have identified in the picture. ഈ ചിത്രത്തിൽ കൂട്ടുകാർ കണ്ടെത്തി മനസ്സിലാക്കി നിറങ്ങൾ കൊടുത്ത ആ വെഹിക്കിളില്ലേ, അതായത് ആ വാഹനങ്ങളില്ലേ, അവയെ കൂട്ടുകാർക്ക് മനസ്സിലായെങ്കിൽ ഇവിടെയുള്ള പേരുകളിൽ ടിക്ക് മാർക്ക് കൊടുക്കണം. ഫസ്റ്റ് ബസ്. ബസ്സിന് നമ്മൾ നീല നിറം കൊടുത്തു. ബസ്സിന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. അവിടെ ടിക്ക് മാർക്ക് കൊടുത്തോളൂ. 2 ബൈസൈക്കിൾ. ഹായ്, ഇതായിരിക്കുന്നു. കൂട്ടുകാർക്ക് മനസ്സിലായോ? ടിക്ക് മാർക്ക് കൊടുത്തോളൂ. ദെൻ സ്കൂട്ടർ. കൂട്ടുകാർക്ക് മനസ്സിലായെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കണേ. ട്രെയിൻ ഉണ്ടോ? ഇല്ല. ജീപ്പ് ഉണ്ടല്ലേ? ജീപ്പിന് നമ്മൾ നിറം കൊടുത്തു. ടിക്ക് മാർക്ക് കൊടുത്തോളൂ. ഇവിടെ എയ്റോപ്ലെയിൻ ഉണ്ടോ? ഇല്ല. ദെൻ മോട്ടോർ ബൈക്ക്. ഇതായിരിക്കുന്നുണ്ട്. ഹായ്, എന്തു ഭംഗിയാണല്ലേ കൂട്ടുകാരെ. കൂട്ടുകാർക്ക് മോട്ടോർ ബൈക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ടിക്ക് മാർക്ക് കൊടുത്തോളൂ. ഓട്ടോറിക്ഷ. കൂട്ടുകാരെന്നും കാണാറുള്ളതാണല്ലേ. അപ്പോൾ അതിനും നിറം കൊടുത്തോളൂ. എന്നിട്ട് അവിടെ ടിക്ക് മാർക്കും കൊടുക്കണം. കൂട്ടുകാർ സ്കൂളിലേക്ക് വാനിലല്ലേ പോകുന്നത്? മനസ്സിലായോ? അപ്പോൾ ടിക്ക് മാർക്ക് കൊടുത്തോളൂ. അപ്പോൾ നമ്മൾ നിറവും നമുക്ക് മനസ്സിലായ വെഹിക്കിൾസിന് നമ്മൾ ടിക്ക് മാർക്കും കൊടുത്തു അല്ലേ കൂട്ടുകാരെ? അതെ. നെക്സ്റ്റ് നമ്മളെ നീല ബസ് പറയുകയാണ്. ഐ എം എ ബസ്, ഐ എം എ ബസ്, ഹോം ഹോം ബസ്. ഐ എം എ ബസ്, ഐ എം എ ബസ്, ഹോം ഹോം ബസ്. ഞാനൊരു ബസ്സാണ്. എൻ്റെ പേരെന്താണ്? ഹോം ഹോം ബസ്. എന്താണ്? ഹോം ഹോം ബസ്. The blue bus is on the road. ബ്ലൂ ബസ് എവിടെയാണുള്ളത്? ഓൺ ദി റോഡ്. റോഡിലാണുള്ളത്. ദ ബ്ലൂ ബസ്, ആ നീല നിറമുള്ള ബസ് ഓൺ ദി റോഡ്, റോഡിലാണ് ഉള്ളത്. അപ്പോൾ ഞാനൊരു ബസ്സാകുന്നു. എൻ്റെ പേര് ഹോങ് ഹോങ് ബസ് എന്നാണ്. ഞാൻ എവിടെയാണുള്ളത്? റോഡിലാണ് ഉള്ളത്. Where is the bus going? The bus going on the road. Next, activity 4. Which is your favorite vehicle? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള വെഹിക്കിൾ ഏതാണ്? വാഹനം ഏതാണ്? Draw and color it. കൂട്ടുകാർ അത് വരച്ചിട്ട് അതിന് നിറം കൊടുത്തോളൂ. ഹായ്, കൂട്ടുകാർക്ക് കാറാണോ ഇഷ്ടം? അതെ അല്ലേ? നെക്സ്റ്റ് നമ്മുടെ കാർ പറയാണ്. I am a car, I am a car, toot toot car. I am a car, I am a car, toot toot car. ഞാനാരാണ്? ഞാനൊരു കാറാണ്. എൻ്റെ പേര് ടൂട്ട് ടൂട്ട് എന്നാണ്. അപ്പോൾ ദ റെഡ് കാർ ഇസ് ഓൺ ദി റോഡ്. നമ്മുടെ ബ്ലൂ ബസ്സും റോഡിലൂടെയാണ് വരുന്നതല്ലേ. കാറും എവിടെ കൂടെയാണ് പോകുന്നത്? റോഡിലൂടെ തന്നെയാണ്. അപ്പോൾ കാർ എന്താ പറഞ്ഞ കൂട്ടുകാരെ? ഞാനൊരു കാറാണ്. എൻ്റെ പേര് ടൂട്ട് ടൂട്ട് എന്നാണ്. ഞാൻ എവിടെയാണുള്ളത്? റോഡിലാണുള്ളത്. Where is the car going? The car is going on the road. Next, activity 6. ഇത് കൂട്ടുകാർ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ടീച്ചേഴ്സിൻ്റെ കയ്യിൽ ഒത്തിരി സ്റ്റിക്കേഴ്സ് ഉണ്ടാവും. ആ സ്റ്റിക്കേഴ്സ് വാങ്ങിയിട്ട് ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്യണം. വരച്ചോളൂ. Let us complete the picture using stickers. ഇനി നമ്മുടെ ബസ്സും കാറും അവരുടെ യാത്ര ഇങ്ങനെ തുടർന്നു പോവുകയാണ് കൂട്ടുകാരെ. എവിടെ കൂടെയാണ് യാത്ര പോകുന്നത്? റോഡിലൂടെയാണ് പോകുന്നതല്ലേ. അപ്പോൾ ബ്ലൂ ബസ് പറയാണ്, ഐ ഹാവ് എ ഹോൺ, ഹോം ഹോം ഹോൺ. എനിക്ക് ഹോണുണ്ട്. പി പി എന്നടിക്കാനേ ഹോണുണ്ട്. ഇങ്ങനത്തെ ഹോണാ? ഹോം ഹോം ഹോൺ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞോളൂ. ഐ ഹാവ് എ ഹോൺ, ഹോം ഹോം ഹോൺ. എനിക്ക് ഹോണുണ്ട്. അതിൻ്റെ പേരെന്താ? ഹോങ് ഹോങ് ഹോൺ. അപ്പോൾ നമ്മുടെ കാർ എന്താ പറയുന്നത്? ഐ ഹാവ് ലൈറ്റ്സ്. എനിക്ക് ലൈറ്റുകളുണ്ട്. വൈറ്റ് ലൈറ്റ്സ്. എന്ത് നിറമാണ് ലൈറ്റിന്? വെള്ള നിറമാണ്. വെള്ള ലൈറ്റുകൾ. എനിക്ക് ലൈറ്റ്സ് ഉണ്ട്. വെള്ള നിറത്തിലുള്ള വെളിച്ചമാണുള്ളതല്ലേ. ദ ബസ് ഹാസ് എ ഹോൺ. ബസ്സിന് എന്തുണ്ട്? ഹോൺ ഉണ്ടല്ലേ. ഈ സൗണ്ട് ഹോങ് ഹോങ്. ബസ്സിൻ്റെ ഹോണിൻ്റെ സൗണ്ട് എന്താ? ഹോങ് ഹോങ്. അപ്പം കാറിൻ്റെതോ? ദ കാർ ഹാസ് 2 ലൈറ്റ്. കാറിന് എത്ര ലൈറ്റ് ഉണ്ട്?
ടു ലൈറ്റ്. ദേ ആർ വൈറ്റ്. അത് വെള്ള നിറത്തിലാണുള്ളത്. ആക്ടിവിറ്റി 5. Let us match suitably. Draw a line and connect the vehicle and its name. കണ്ടു കൂട്ടുകാരെ, ഇവിടെ കുറേ വെഹിക്കിൾസ് തന്നിട്ടുണ്ട്, വാഹനങ്ങൾ തന്നിട്ടുണ്ട്. അവയുടെ പേരും താഴെ തന്നിട്ടുണ്ട്. കൂട്ടുകാരെന്താ ചെയ്യേണ്ടത്? ആ വെഹിക്കിളിനെ കറക്റ്റ് പേരിലേക്ക് എന്ത് ചെയ്യണം? വരച്ച് യോജിപ്പിക്കണം. ഫസ്റ്റ് കാണുന്നത് എന്താ? ജീപ്പ്. ശരിയാണല്ലേ? ജീപ്പിൻ്റെ നിറം എന്താ? ഗ്രീൻ. അപ്പോൾ ഇവിടെ ഗ്രീൻ ജീപ്പ് എന്ന് എഴുതിയിട്ടുണ്ടല്ലേ? വരച്ച് ചേർത്തോളൂ. ഗ്രീൻ ജീപ്പ്. നെക്സ്റ്റ് എന്താ? ആ സ്കൂട്ടറാണല്ലേ? സ്കൂട്ടറിൻ്റെ നിറം എന്താ കൂട്ടുകാരെ? റെഡ്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് റെഡ് സ്കൂട്ടർ. നെക്സ്റ്റ് നമ്മുടെ ബൈസൈക്കിൾ ആണല്ലേ? ബൈസൈക്കിളിൻ്റെ നിറം എന്താണ്? ബ്ലാക്ക്. വരച്ചോളൂ. ബ്ലാക്ക് ബൈസൈക്കിൾ. നെക്സ്റ്റ് മോട്ടോർ ബൈക്കാണ്. മോട്ടോർ ബൈക്കിൻ്റെ നിറം എന്താ? ബ്ലൂ. വരച്ചോളൂ. ബ്ലൂ മോട്ടോർ ബൈക്ക്. നമ്മുടെ ബസ് പറയാണ് ഐ റൺ ഫാസ്റ്റ്. അപ്പോൾ നമ്മുടെ ബസ് ഇങ്ങനെ റോഡിലൂടെ വരികയായിരുന്നല്ലേ? ഞാൻ വളരെ ഫാസ്റ്റായിട്ടാണ്, വേഗത്തിലാണ് ഓടുന്നത്. അപ്പോൾ നമ്മുടെ കാറും പറയാണ് മീ ടു. ഞാനും വളരെ വേഗത്തിലാണുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മുടെ കരടിച്ചേട്ടൻ സിഗ്നലിൽ അങ്ങനെ നിൽപ്പുണ്ടല്ലേ? ഹേയ്. അപ്പോൾ നമ്മുടെ കരടിച്ചേട്ടൻ പറയാണ് ഹേയ് രണ്ടുപേരും നിൽക്ക്. ദ ബസ് റൺസ് ഫാസ്റ്റ്, ദ കാർ ഓൾസോ റൺ ഫാസ്റ്റ്. അപ്പോൾ നമ്മുടെ കാറും ബസ്സും വളരെ വേഗത്തിലാണ് വരുന്നത്. നമ്മുടെ കരടിച്ചേട്ടൻ പറയാണ് ഹേയ് അവിടെ നിൽക്ക് എന്ന് പറയുകയാണ്. കണ്ടോ? ആക്ടിവിറ്റി 7. വാട്ട് ആർ ദേ ടോക്കിംഗ്? അവരെന്താണ് പറയുന്നത്? കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. നമ്മുടെ ഈ കാറും അതുപോലെ നോക്കിയേ എയ്റോപ്ലെയിനും പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അവർ പറയുന്ന കോൺവെർസേഷൻ, സംഭാഷണം നമുക്കൊന്ന് പൂർത്തിയാക്കി കൊടുക്കാമോ? കൊടുക്കാം. ഐ ഹാവ് വീൽസ്. കാർ പറയുകയാണ് എനിക്ക് വീൽസ് ഉണ്ട്. ഐ ടു ഹാവ് വീൽസ്. നമ്മുടെ എയ്റോപ്ലെയിനും പറഞ്ഞു എനിക്കും എന്തുണ്ട്? വീൽസുകളുണ്ട്. അപ്പോൾ അടുത്ത് എയ്റോപ്ലെയിൻ പറയുകയാണ് ഐ ഹാവ് വിങ്സ്. എനിക്ക് ചിറകുകളുണ്ട്. അപ്പോൾ നമ്മുടെ കാർ പറയാണ് ഐ ഹാവ് നോ വിങ്സ്. എനിക്കെന്തില്ല? ചിറകുകളൊന്നും ഇല്ല. അപ്പോൾ അടുത്ത് നമ്മുടെ കാർ പറയാണ് ഐ ഹാവ് എ ഹോൺ. എനിക്ക് ഹോണുണ്ട്. എനിക്ക് ചിറകില്ലെങ്കിലും എനിക്ക് ഹോണുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എയ്റോപ്ലെയിൻ പറയാണ് ഐ ഹാവ് നോ ഹോൺ. എനിക്ക് ഹോണുകളൊന്നും ഇല്ല. ആക്ടിവിറ്റി 8. ഓക്കെ, ലെറ്റ് us complete the sentences. ഈ സെൻറ്റൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ദിസ് ഈസ് എ ബ്ലൂ ബസ്. ഇതെന്താണ്? ബ്ലൂ ബസ് ആണ്. ദ ബസ് ഹാസ് സീറ്റ്. ഈ ബസ്സിന് എന്തുണ്ട്? സീറ്റ് ഉണ്ട് അല്ലേ? ദ ബസ് ഹാസ് ഹോൺ. ബസ്സിന് എന്തുണ്ട്? ഹോൺ ഉണ്ട്. ദ ബസ് ഹാസ് ലൈറ്റ്. ബസ്സിന് എന്തുണ്ട്? ലൈറ്റ് ഉണ്ട്. ദ ബസ് ഹാസ് മിറർ. ബസ്സിന് എന്തുണ്ട്? മിററുണ്ട്. അപ്പോൾ എന്തൊക്കെയാ ഉള്ളത്? സീറ്റ്, ലൈറ്റ്, ഹോണ്, മിറർ ഒക്കെ നമ്മുടെ ബ്ലൂ ബസ്സിനുണ്ടല്ലേ? ഇനി റെഡ് കാറിനോ? ആക്ടിവിറ്റി 8. ലെറ്റ് us complete the sentences. നോക്കിയേ, ദിസ് ഈസ് എ റെഡ് കാർ. ഇതൊരു ചുവന്ന നിറത്തിലുള്ള കാറാണ്. ദ കാർ ഹാസ് സീറ്റ്. കാറിന് എന്തുണ്ട്? സീറ്റ് ഉണ്ട്. ദ കാർ ഹാസ് വീൽസ്. കാറിന് എന്തുണ്ട്? വീലുകളുണ്ട്. നെക്സ്റ്റ് ദ കാർ ഹാസ് ഹോൺ. ദ കാർ ഹാസ് മിറർ. കാറിന് ഹോണും മിററും ഒക്കെയുണ്ട്. അപ്പം നമ്മുടെ ബ്ലൂ ബസ്സും നമ്മുടെ കാറും ഫാസ്റ്റായിട്ട് ഇങ്ങനെ റോഡിലൂടെ വരികയാണല്ലേ കൂട്ടുകാരെ? അപ്പോൾ നമ്മുടെ ബസ് പറഞ്ഞു ഞാൻ ഭയങ്കര ഫാസ്റ്റിലാണ് വരുന്നത്. നമ്മുടെ കാറും വിട്ടുകൊടുത്തില്ല. ഞാനും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കരടിച്ചേട്ടൻ പറയാണ് സ്റ്റോപ്പ്, നിൽക്കവിടെ, രണ്ടുപേരും നിൽക്ക്. അപ്പോൾ നമ്മുടെ ബ്ലൂ ബസ് പറയാണ് ഹോങ് ഹോങ്, ഹേയ് കാർ ഗിവ് വേ. അപ്പോൾ എന്താ പറഞ്ഞത്? ഹോങ് ഹോങ്. ഹോണൊക്കെ അടിച്ചിട്ട് പറയാണ് ഹേയ് കാറേ ഗിവ് വേ, എനിക്ക് വഴിത്താ, നീ മാറിത്താ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ കാർ എന്താ പറഞ്ഞേ? ടൂട്ട് ടൂട്ട് യു മൂവ്. അപ്പോൾ കാർ എന്ത് ചെയ്യുന്നു? കാർ ഹോൺ അടിക്കുകയാണ്. ടൂട്ട് ടൂട്ട് യു മൂവ്, നീ മാറ് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ കരടി ചേട്ടൻ പോലീസ് ഓഫീസറാണ് കേട്ടോ, ട്രാഫിക് പോലീസ്.
അപ്പോൾ ചേട്ടൻ എന്താ പറഞ്ഞത്? ആ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഷൗട്ട്സ് ദ പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസർ എന്ത് പറഞ്ഞു? ഉറക്കെ പറയാണ് സ്റ്റോപ്പ്, നിൽക്ക് എന്ന് പറയണം. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്. ബസ് എന്ത് ചെയ്തില്ല? നിർത്തിയില്ല കൂട്ടുകാരെ. കാറ് നിർത്തിയിട്ടുണ്ടാവുമോ? ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. കാറും നിർത്തിയിട്ടില്ല. അപ്പം എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാമോ? നോക്കാം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ നോക്കിയ കൂട്ടുകാരെ, വാട്ട് വിൽ ഹാപ്പൻ നൗ? ഇപ്പം ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? അറിയില്ല അല്ലേ? ഇവിടെ താഴെ നമ്മുടെ കോഴിയമ്മ മുട്ടയിട്ടതിനെ നമ്മുടെ എലിയച്ചാർ വന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. കണ്ടോ? നമ്മുടെ റേറ്റ് വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ കോഴിയമ്മ പുറകെ ഓടുകയാണ് കൂട്ടുകാരെ. അവിടെ എന്ത് സംഭവിക്കും? നോക്കാം. ആക്ടിവിറ്റി 9. വാട്ട് ഡു ദേ സേ? അവരെന്താ പറയുന്നത്? ബസ് എന്താ പറയുന്നത്? ഹേ കാർ ഗിവ് വേ. കാറെ വഴിതാ. അപ്പം നമ്മുടെ കാർ എന്താ പറയുന്നത്? ടൂട്ട് ടൂട്ട് യു മൂവ്. ടൂട്ട് ടൂട്ട് നീ മാറിക്കോ. അപ്പം നമ്മുടെ കരടിച്ചേട്ടൻ എന്താ പറയുന്നത്? സ്റ്റോപ്പ് നിർത്തൂ. ആക്ടിവിറ്റി 10. ലെറ്റ് us complete the sentences. നമുക്ക് ഈ വാക്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ദിസ് ജീപ്പ് ഹാസ് നോ വീൽസ്. ഈ ജീപ്പിന് വീൽസ് ഇല്ലല്ലോ. ടയറുകളുണ്ടോ കൂട്ടുകാരെ? ഇല്ല അല്ലേ? ഇപ്പം ടയറുകളില്ല. ഇപ്പം ഈ ലോറിയെ നോക്കിയ കൂട്ടുകാരെ, ദിസ് ലോറി ഹാസ് നോ ലൈറ്റ്സ്. ഈ ലോറിക്ക് ലൈറ്റുകളൊന്നും ഇല്ലല്ലോ. അടുത്ത് നോക്കിയേ, ദിസ് ബൈസൈക്കിൾ ഹാസ് നോ സീറ്റ്. ഈ ബൈസൈക്കിളിന് സീറ്റുകളില്ലല്ലോ. നെക്സ്റ്റ്, ദ വാൻ ഹാസ് നോ മിറർ. ഈ വാനിന് മിററുകളും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ സെൻറ്റൻസുകൾ കംപ്ലീറ്റ് ചെയ്തു. ആക്ടിവിറ്റി 11 നോക്കി, വാട്ട് വിൽ ദി ഡോഗ് സേ? ഈ ഡോഗ് എന്താ പറയുന്നത്? നമ്മുടെ ക്യാറ്റ് പറയുകയാണ് കപ്പ് ഓഫ് ടീ പ്ലീസ്. ക്യാറ്റ് പറയാണ് എനിക്കൊരു ചായ തരാമോ എന്ന് ചോദിക്കുകയാണ്. ഡോഗ് എന്ത് ചെയ്യാണ്? കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. കപ്പ് താഴെ വീണ് പൊട്ടിപ്പോയി. അപ്പോൾ നമ്മുടെ ക്യാറ്റ് പറയാണ് ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. ഇത് നിന്റെ മിസ്റ്റേക്കാണ്. ഡോഗ് പറയാണ് സോറി, ക്ഷമിക്കണമെന്ന് നമ്മുടെ ഡോഗ് പറയുകയാണ്. അപ്പോൾ എന്താ, നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാളത് പറഞ്ഞാൽ എന്ത് പറയണം? സോറി എന്ന് പറയണം. നെക്സ്റ്റ് നോക്കിയേ, നമ്മുടെ കാറും ബസ്സും ഇല്ലേ കൂട്ടുകാരെ? അത് രണ്ടും നിർത്താതെ വളരെ സ്പീഡിലല്ലേ വന്നത്? അത് രണ്ടും കൂടെ കൂട്ടിയിടിച്ചു. ക്രാഷ്. കണ്ടോ? ദ ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈച്ച് അതർ. രണ്ടും എന്ത് ചെയ്തു? തമ്മിൽ കൂട്ടിമുട്ടി. അപ്പോൾ എന്ത് ചെയ്തു? വളരെ വലിയ സൗണ്ട് ഉണ്ടായി. നമ്മുടെ പോലീസ്മാൻ ഒരൊറ്റ ഓട്ടം. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ലൈറ്റ് എന്ത് ചെയ്തു? ഊരിത്തെറിച്ച് നമ്മുടെ റേറ്റിൻ്റെ തലയിലേക്ക് വീണു. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ കോഴിയമ്മയുടെ മുട്ട കോഴിയമ്മയ്ക്ക് തിരിച്ചും കിട്ടി. ഓ മൈ ഹോൺ. നമ്മുടെ ബസ് കരയാൻ തുടങ്ങി. ബ്ലൂ ബസ് കരയാൻ തുടങ്ങി. എൻ്റെ ഹോൺ പോയല്ലോ. അപ്പോൾ നമ്മുടെ കാറും കരയുന്നു. ഓ മൈ ലൈറ്റ്. എൻ്റെ ലൈറ്റും പോയി. ദ ഹോൺ ഫെൽ ഡൗൺ. ദ കാർസ് ലൈറ്റ്സ് ഫെൽ ഡൗൺ. അപ്പോൾ എന്തൊക്കെ താഴെ വീണു? ബസ്സിൻ്റെ ഹോണും കാറിൻ്റെ ലൈറ്റും താഴേക്ക് വീണു. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. നമ്മുടെ ബസ് ദേഷ്യത്തിൽ പറയാണ് ഇത് നിൻ്റെ മിസ്റ്റേക്കാണ്, നീയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയത്. അപ്പോൾ കാർ പറയാണ് നോ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. കാറും വിട്ടുകൊടുത്തില്ല. കാർ പറയാണ് ഇത് നിൻ്റെ പ്രശ്നമാണ്, നീയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ദ ബസ് ഈസ് ആംഗ്രി. ദ കാർ ഈസ് ഓൾസോ ആംഗ്രി. ബസ്സും കാറും എന്ത് ചെയ്തു? വളരെ ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ? അപ്പോൾ നമ്മുടെ പോലീസ്മാൻ പറഞ്ഞു ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു. ബസ്സിനോട് നമ്മുടെ പോലീസ്മാൻ പറഞ്ഞു ഇത് നിൻ്റെ മിസ്റ്റേക്കാണ്, കാറേ അതുപോലെ തന്നെ നിൻ്റെയും കൂടെ മിസ്റ്റേക്കാണ്. അപ്പോൾ രണ്ടുപേരും ആ പോലീസ്മാനോട് സോറി പറയണം. ഐ എം സോറി സർ നമ്മുടെ ബസ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കാറും സോറി സർ എന്ന് പറഞ്ഞു. ഹിയർ ഈസ് യുവർ ഹോൺ. അപ്പം നമ്മുടെ കുരങ്ങച്ചൻ ബസ്സിൻ്റെ ഹോൺ കൊണ്ടുപോയി കൊടുത്തു. ഹിയർ ഈസ് യുവർ ലൈറ്റ്. നമ്മുടെ ബേബി പശു എന്ത് ചെയ്തു? നമ്മുടെ കാറിൻ്റെ ലൈറ്റും കൊണ്ടുപോയി വെച്ചു കൊടുത്തു. The horn is ready, the light is ready, the bus and the car are very happy. അപ്പോൾ നമ്മുടെ ഹോണും റെഡിയായി, ലൈറ്റും റെഡിയായി. നമ്മുടെ ബസ്സും കാറും വളരെ ഹാപ്പിയായി. താങ്ക് യു സാർ. അപ്പോൾ നമ്മുടെ കരടി ചേട്ടനോട് പോലീസ് ഓഫീസറോട് താങ്ക് യു പറഞ്ഞിട്ട് കാറ് പോവുകയാണ്. നോട്ട് റിപ്പീറ്റ് ഇറ്റ്. അപ്പോൾ നമ്മുടെ കരടി ചേട്ടൻ പറഞ്ഞു ഇനി ഇത് ആവർത്തിക്കരുത്. ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി അത് റിപ്പീറ്റ് ചെയ്യരുത്. ബൈ സാർ. നമ്മുടെ ബസ്സും സാറിനോട് ബൈ പറഞ്ഞ് പോകുന്നുണ്ട്. കണ്ടോ?
ഓക്കെ കൂട്ടുകാരെ, ഒരു ചെറിയ പാട്ട് കൂടെ ഉണ്ട്, പാടാം. green trees, you are so nice, I'm so happy to see you all. Bluebirds, you are so nice, I'm so happy to see you all. നെക്സ്റ്റ് ആക്ടിവിറ്റിയിലും അതേ പാട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കൂട്ടുകാർക്ക് മോർ ലൈൻസ് ആഡ് ചെയ്യാനൊക്കെ ചോദിക്കാം. ഈ വേർഡ്സുകളൊക്കെ ഉറക്കി വായിച്ചോളൂ കൂട്ടുകാരെ. ബസ്, മൂവ്, ക്രാഷ്, ടയർ, ഓൺ, റോഡ്, വാൻ, ലോറി, ട്രീ, വീൽ, കൗ, സ്റ്റോപ്പ്, സിങ്ക്, റെഡ് കളർ, ഹോം, ലൈറ്റ്, പോലീസ്, ബ്ലാക്ക്, മിസ്റ്റേക്ക്, ഫാസ്റ്റ്, സോറി, ബെൽ, ബ്ലൂ, പിങ്ക്, റെഡി, ജീപ്പ്, റൺ, വൈറ്റ്, സ്ലോ. ഈ സ്റ്റോറിയിലെ ക്യാരക്ടറിനൊക്കെ ടിക്ക് മാർക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാർ വരച്ചിട്ട് ടിക്ക് മാർക്ക് കൊടുത്തോളൂ. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് ഒരു സ്റ്റോറിയാണ് കണ്ടോ. ഓ നോ, നമ്മുടെ കോഴിയമ്മയുടെ മുട്ട എടുത്തുകൊണ്ട് നമ്മുടെ റേറ്റ് ഓടുകയാണ്. ഹേയ് സ്റ്റോപ്പ്, നിൽക്കവിടെ. ഔച്ച്, ഓ മൈ എഗ്, എൻ്റെ മുട്ട തിരിച്ചു കിട്ടി. നമ്മുടെ റേറ്റിൻ്റെ തലയിൽ എന്ത് ചെയ്തു? കാറിൻ്റെ ലൈറ്റ് വന്നടിച്ചു. ഇസ് ഇറ്റ് ഓക്കെ? മുട്ട ഓക്കെ ആണോ? ഓക്കെ ആണ്. കം കം, വന്നോ. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. അപ്പോൾ നമ്മുടെ കോഴിയമ്മ പറയാണ്, ഇത് നിൻ്റെ മിസ്റ്റേക്കാണ്. ഐ എം സോറി, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അപ്പോൾ എന്താ പറയണത്? സോറി, എന്നോട് ക്ഷമിക്കൂ. അപ്പോൾ നമ്മുടെ കോഴിയമ്മ പറഞ്ഞു, ഇനി ഇത് എന്ത് ചെയ്യരുത്, ആവർത്തിക്കരുത്. വെർ ഇസ് ദ എഗ്? എഗ് എവിടെയാണ്? വരച്ചു ചേർത്തോളൂ. ഡ്രോ ഇറ്റ് ഇൻ ദി സ്യൂട്ടബിൾ പ്ലേസ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് കൂട്ടുകാർ വരച്ചു ചേർത്തോളൂ. കണ്ടോ, നമ്മൾ വരച്ചു ചേർത്തു അല്ലേ? അതെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററാണ് പഠിച്ചത്. ഒരു ബസ്സിൻ്റെയും കാറിൻ്റെയും കഥയാണ് പഠിച്ചത് അല്ലേ? നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല അല്ലേ? മിസ്റ്റേക്ക് ഉണ്ടായാൽ എന്ത് പറയണം? സോറി പറയണം. അത് പിന്നെ ആവർത്തിക്കാനും പാടില്ല. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്